السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ അഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 20-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. 20-ാമത്തെ അധ്യായം അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ബദാഉ വൽ ഫുഹ്ഷു. അൽ ബദാഉ വൽ ഫുഹ്ഷു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതുപോലെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമുള്ള തിന്മകളാണ് അവിടെ കൊണ്ടുള്ള ഉദ്ദേശം. അൽ ബദാ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സംഭവിക്കുന്ന മ്ലേച്ഛമായ വൃത്തികെട്ട വാക്കുകൾ, അതുപോലെയുള്ള പരാമർശങ്ങൾ. വൽ ഫുഹ്ഷു എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലുണ്ടാകുന്ന വൃത്തികേടുകൾ, തിന്മകൾ. ഇവ രണ്ടും വിശദീകരിക്കുന്ന അധ്യായം. ഈ രണ്ട് വാക്കുകളും കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഒരുമിച്ച് അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഈ രണ്ട് രൂപത്തിലും വാക്കുകൾ കൊണ്ടും അതല്ലെങ്കിൽ വാക്കുകളിലും പ്രവൃത്തികളിലും വരുന്ന വൃത്തികേടുകൾ വൻപാപങ്ങളിൽ പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ചിലത് നമ്മൾ വായിച്ചു, ഇനിയും വായിക്കാനുണ്ട്. ഷെയ്ഖ് റഹിമഹുള്ള ഈ അധ്യായത്തിൽ ആദ്യമായി സൂറത്തുൽ ഫുർഖാനിലെ ആയത്തായിരുന്നു ഉദ്ധരിച്ചത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മറു ബില്ലഗ്വി മറു കിറാമ. വല്ലദീന അവർ, അഥവാ അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, ഇബാദുർ റഹ്മാൻ, ലാ യശ്ഹദൂന അസ്സൂർ, അവർ സൂറിന്, വ്യാജത്തിന് സാക്ഷ്യം നിൽക്കുകയില്ല. സൂർ എന്നാൽ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നു, വ്യർത്ഥമായ ബാത്തിലായ എല്ലാ കാര്യങ്ങളും അതിലുൾപ്പെടും. ഒരടിസ്ഥാനവുമില്ലാത്ത എല്ലാ കാര്യങ്ങളും, അതുപോലെയുള്ള സദസ്സുകൾ, മജ്ലിസുകൾ ഒക്കെ ആ പരിധിയിൽ വരും. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അടിസ്ഥാനരഹിതമായ യാതൊന്നിനും സാക്ഷ്യം നിൽക്കുക എന്നത്, അതിൽ പങ്കാളികളാവുക എന്നുള്ളത് അനുയോജ്യമല്ല. വഇദാ മറു ബില്ലഗ്വി മറു കിറാമ. ഇനി അവർ അനാവശ്യമായ ഇതുപോലെയുള്ള വല്ല മ്ലേച്ഛതകളും വൃത്തികേടുകളും നടക്കുന്ന സ്ഥലത്തുകൂടി നടക്കേണ്ടി വന്നാൽ, നടന്നു പോവേണ്ടി വന്നാൽ മാന്യന്മാരായിക്കൊണ്ട് അവർ നടന്നു പോകും. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂർ എന്ന വാക്കിൻ്റെ പരിധിയിൽ എന്തൊക്കെയാണ് വരിക എന്നത് വിശദീകരിച്ചിരുന്നു. ഷിർക്ക് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തിന്മകളും ഈ പറഞ്ഞ വാക്കിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. അനിബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദി. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങളും അവൻ്റെ ഈമാനിനെ
കുറച്ച് കളയുന്ന, ഈമാനിൻ്റെ പരിപൂർണതയെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളാണ്. ഒരു മുഅ്മിനിൻ്റെ സ്വഭാവത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞവ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഒരു മുഅ്മിൻ ത്വആനല്ല. ത്വആൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മോശമായ വാക്കുകൾ കൊണ്ട് കുത്തിപ്പറയുക, അവരെ നോവിക്കുക, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നതിനാണ് ത്വഅൻ എന്ന് പറയുക. ഒരു മുഅ്മിൻ ഒരിക്കലും ആ സ്വഭാവം ഉള്ള ആളാവരുത്. വലല്ലആൻ, അല്ലആൻ എന്ന് പറഞ്ഞാൽ ശാപം നടത്തുന്ന, അതല്ലെങ്കിൽ ജനങ്ങൾക്കെതിരിൽ മോശമായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം മുഅ്മിനിന് അനുയോജ്യമല്ല. വലൽ ഫാഹിഷി വലൽ ബദി. അൽ ഫാഹിഷ് എന്നാൽ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, മോശമായ മ്ലേച്ഛതകൾ ചെയ്യുന്നവനല്ല. വലൽ ബദി, മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നവനും അല്ല. ഈ 4 മോശമായ ഗുണങ്ങളും മുഅ്മിനിനുണ്ടാവാൻ പാടില്ല. ഇതുള്ളവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മറ്റൊരു ഹദീസാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഇതും കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചിരുന്നു. വലഹു വസഹഹഹു അൻ അബി ദർദാഇ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അത്തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്ത ഹദീസാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിവായത്ത്. മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുലുഖി. ഒരു മുഅ്മിനിൻ്റെ മീസാനിൽ, തുലാസിൽ, ഖിയാമത്ത് നാളിൽ സൽസ്വഭാവത്തേക്കാൾ മറ്റൊന്നും ഭാരം തൂങ്ങുകയില്ല. സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതാണ് നമ്മുടെ തലക്കെട്ടുമായി, ഈ ബാബുമായി, അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം. വ ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ ബദീഅ അല്ലദീ യതകല്ലമു ബിൽ ഫുഹ്ഷ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. അള്ളാഹുവിൻ്റെ വെറുപ്പ് എന്നത് സൃഷ്ടികളുടെ വെറുപ്പ് പോലെയല്ല. അള്ളാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്നതിൻ്റെ അടയാളമാണ്. ആരെയാണ് അള്ളാഹു വെറുക്കുന്നത്? അൽ ഫാഹിഷ അൽ ബദീഅ, വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന, വൃത്തികേടുകൾ പറയുന്ന, അല്ലദീ യതകല്ലമു ബിൽ ഫുഹ്ഷ്, മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്ന, വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരോട് കോപമാണ്, അള്ളാഹു അവരോട് കോപിക്കും എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുവരെയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്ത കൊണ്ടുവന്ന ഹദീസാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ മർഫൂഅൻ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. തീർച്ചയായും റിഫ്ഖ് എന്നത്, അഥവാ സൗമ്യത എന്നത്, നല്ല സ്വഭാവമെന്നത്, ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു, ഏതൊരു പ്രവൃത്തിയിലാണോ അതുണ്ടായിത്തീരുന്നത് റിഫ്ഖ് അതിനെ ഭംഗിയാക്കാതിരിക്കുകയില്ല. ആ പ്രവർത്തനത്തെ, ആ കാര്യത്തെ സൗമ്യത, അവധാനത, സൽസ്വഭാവം എന്നത് അഴകുള്ളതാക്കി തീർക്കുന്നതാണ്. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, ഏതൊരു കാര്യത്തിൽ നിന്നാണോ റിഫ്ഖ്, സൗമ്യത, സൽസ്വഭാവം ഊരിയെടുക്കപ്പെടുന്നത് ആ കാര്യം വികൃതമാവാതിരിക്കുകയും ചെയ്യുകയില്ല. എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അർറിഫ്ഖ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം, സൽസ്വഭാവം, അവധാനത, സൗമ്യത, ഇതിനൊക്കെ ഈ വാക്ക് പ്രയോഗിക്കും. ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളുന്ന വാക്കാണെന്ത്? റിഫ്ഖ് എന്നത്. ഏതൊരു കാര്യത്തിലാണോ
റിഫ്ഖ് കൂടിച്ചേരുന്നത്. ഇപ്പം നമ്മുടെ ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും അതിലൊക്കെ റിഫ്ഖുണ്ടെങ്കിൽ, സൗമ്യത, അവധാനത അഥവാ തിടുക്കമില്ലാതെ എടുത്തു ചാടാതെ അവധാനതയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു, സൽസ്വഭാവത്തോടുകൂടി ഇടപഴകുന്നു, നല്ല രൂപത്തിൽ ഭംഗിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു, ഇങ്ങനെ ഏതൊരു കാര്യത്തിലും റിഫ്ഖുണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയാവാതിരിക്കുകയില്ല. അതിന് അഴകുള്ളതായി തീരും, അത് ഭംഗിയുള്ളതായി തീരും. വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ശാനഹു. ഏതൊരു കാര്യത്തിൽ നിന്നാണോ റിഫ്ഖ് ഊരിയെടുക്കപ്പെടുന്നത് ആ കാര്യം വികൃതമാവാതിരിക്കുകയും ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഇത് വളരെ മഹത്തായ ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നമുക്ക് ചുറ്റും, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ റിഫ്ഖ്, ഈ പറഞ്ഞ സ്വഭാവ ഗുണം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയുള്ളതായി തീരും. ഏതുവരെ? നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, എല്ലാ കാര്യത്തിലും സൗമ്യതയും അവധാനതയും സൽസ്വഭാവവും ഉണ്ടെങ്കിൽ അത് ഭംഗിയായി തീരുമെന്നുള്ളതാണ്. ഇതില്ലെങ്കിൽ, ഇതൊരാളിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടാൽ അയാൾ ചെയ്യുന്നതൊക്കെ എന്തായി തീരും? വികൃതമായി തീരും. ഒരാൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, റിഫ്ഖില്ലാതെ, സൗമ്യതയില്ലാതെ, അവധാനതയില്ലാതെയാണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ എന്തായി തീരും? ആ കാര്യം വികൃതമായി തീരും. അയാൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ടായിരിക്കും അതിന് അനന്തരഫലം ഉണ്ടാവുക. നേരെ മറിച്ച് ഒരാൾ അതിൽ അവധാനതയോടുകൂടി, റിഫ്ഖോടുകൂടി ആ കാര്യം ചെയ്താലോ അത് ഭംഗിയുള്ളതായി തീരും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണല്ലോ. അദ്ദേഹം നടന്നു പോകുമ്പോൾ ആളുകളിൽ നിന്നും അനിഷ്ടകരമായ വല്ലതും കണ്ടാൽ, ആരെങ്കിലും എന്തെങ്കിലും മോശമായ വല്ലതും, വലിയ തിന്മയായിരിക്കുകയില്ല, തെറ്റായ വല്ലതും ചെയ്യുന്നതായി കണ്ടാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്ന വാക്യപ്രകാരമാണ്, മഹ്ലൻ റഹിമക്കുമുല്ലാഹ്, മഹ്ലൻ റഹിമക്കുമുല്ലാഹ്. എത്ര മനോഹരമായ രീതിയാണെന്ന് നോക്കൂ. നേരെ മറിച്ച് ഞാനും നിങ്ങളും എന്താണ് ചെയ്യാറുള്ളത്? പറ്റുവാണെങ്കിൽ ഒരൊറ്റടി അടിക്കും, എന്നിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഒരു പക്ഷേ നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാവുക. പിന്നെ എപ്പോഴും അതിനോടൊരു വെറുപ്പ് തോന്നും. നേരെ മറിച്ച് നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ സൗമ്യതയോടെ, അവധാനതയോടെ, നല്ല സ്വഭാവത്തിൽ ചെയ്താൽ അതിനേറ്റവും നല്ല അനന്തരഫലമുണ്ടാകും. നിങ്ങൾ നോക്കൂ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക്, നിന്നെ ദിക്ർ ചെയ്യാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, നിനക്കുള്ള ഇബാദത്ത് ഏറ്റവും നന്നാക്കി തീർക്കാൻ നീ എന്നെ സഹായിക്കണേ. ഇത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും മുആദേ താങ്കൾ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന രൂപം എങ്ങനെയായിരുന്നു? മുആദേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, തീർച്ചയായും ഞാനിതാ നിന്നെ സ്നേഹിക്കുന്നു എന്നിട്ടാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത്, ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പഠിച്ച ഒരാൾ പിന്നീട് ജീവിതത്തിൽ അത് ഉപേക്ഷിക്കുകയില്ല. അതാണ് റിഫ്ഖിൻ്റെ ഗുണം. ഏത് കാര്യത്തിലും ഇത് തന്നെയാണ്. ഇത് സഹോദരങ്ങളെ, നമുക്കില്ലാതെ പോയാൽ നമ്മുടെ എല്ലാ മേഖലകളിലും വീഴ്ച വരും. അത് കുടുംബത്തിലായാലും, വ്യക്തിജീവിതത്തിലായാലും, ദാമ്പത്യ ജീവിതത്തിലായാലും, നമ്മുടെ ഇടപാടുകളിലായാലും, നമ്മുടെ ജോലി സ്ഥലത്തായാലും, കച്ചവടത്തിൻ്റെ മേഖലകളിലായാലും, ആളുകളോടുള്ള പെരുമാറ്റത്തിലായാലും, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സൗമ്യത, റിഫ്ഖ്, അവധാനത, സൽസ്വഭാവം ഇല്ലാതെയായാൽ ആ കാര്യങ്ങളെല്ലാം വികൃതമായി തീരും. നേരെ മറിച്ച് ഇതൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നതൊക്കെ ഭംഗിയുണ്ടാകും. അയാൾ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു തആല അഴക് നൽകും, ബറക്കത്ത് നൽകും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ഇതിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ റിഫ്ഖോടെയുള്ള പെരുമാറ്റത്തിൻ്റെ
കാരണത്താൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. മദീനയുടെ അതിർത്തിയിൽ വെച്ച് സ്വഹാബികൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരികയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദിയാക്കി. ഒന്നാമത്തെ ദിവസം ചോദിച്ചു, മുസ്ലിമാകോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. രണ്ടാമത്തെ ദിവസവും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഇല്ല. മൂന്നാമത്തെ ദിവസവും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഇല്ല. അദ്ദേഹത്തെ അയച്ചുവിടാൻ പറഞ്ഞു. ഇതിനിടയിൽ ചില റിവായത്തുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ കൊണ്ട് പാല് കറന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ അയച്ചുവിട്ടപ്പോൾ അദ്ദേഹം പോയി തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ചെന്ന് കുളിച്ച് ശുദ്ധിയായി തിരിച്ചു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലല്ലാഹ്. കുളിച്ച് ശുദ്ധിയായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണെന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർദി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഭൂമുഖത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം അത് താങ്കളുടെ മുഖമായിരുന്നു. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ. എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മുഖം അത് താങ്കളുടെ മുഖമാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്. താങ്കളുടെ മതത്തേക്കാൾ ആദർശത്തേക്കാൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന മറ്റൊരു ദീനും ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ. എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മതം, പ്രിയപ്പെട്ട ദീൻ അത് താങ്കളുടെ മതമാണ്. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗദു ഇലയ്യ മിൻ ബലദിക്. അല്ലാഹുവാണ്, താങ്കളുടെ ഈ നാടിനേക്കാൾ അഥവാ മദീനയേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു നാടുമില്ലായിരുന്നു. ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. എന്നാൽ എനിക്കിപ്പോൾ ഏറ്റവും പ്രിയങ്കരമായ നാട് അത് താങ്കളുടെ നാടാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കാണിച്ച ആ റിഫ്ഖ്, അതിന് കിട്ടിയ ഭംഗിയാണിത്. എന്താണ് ആ ഭംഗി? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം, ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ദീൻ, ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന നാട് നേരെ തിരിഞ്ഞു. നമ്മൾക്ക് 100 കൊല്ലം പ്രബോധനം ചെയ്താലും എന്നാലും ആളുകൾക്ക് വെറുപ്പായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വഭാവത്തിൻ്റെ, അവധാനതയുടെ, നമ്മുടെ വാക്കുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ഒരു അറാബി മൂത്രമൊഴിച്ചു, പള്ളിയിൽ മൂത്രമൊഴിച്ചു. സഹാബികൾ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. അദ്ദേഹം മുഴുവൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയുണ്ടായി, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ. നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എളുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. വലം തുബഅസു മുഅസ്സിരീൻ. ഞെരുക്കമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. സുബ്ബു അലൈഹി സജ്ലം മിൻ മാ. ആ മൂത്രത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വന്ന് ഒഴിക്കുക എന്ന് സഹാബത്തിനോട് പറയുകയുണ്ടായി. ഈ കാഴ്ച കണ്ടപ്പോൾ സഹാബത്തിനെ തടഞ്ഞ, നല്ല രൂപത്തിൽ അദ്ദേഹത്തോട് പ്രതികരിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അറാബി പറഞ്ഞു, അല്ലാഹുമ്മർഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദൻ.
അള്ളാഹുവേ എനിക്കും മുഹമ്മദിനും നീ കരുണ ചൊരിയണേ, ഈ കൂട്ടത്തിൽ ഒരൊറ്റൊരാൾക്കും നീ കരുണ ചൊരിയരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് തഹജ്ജർത വാസിഅൻ, അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യത്തെ നീ ഇടുക്കിക്കളയരുത്, അല്ലെങ്കിൽ നീ ഇടുക്കിക്കളഞ്ഞിരിക്കുന്നു. അള്ളാഹു അതിവിശാലമായ കാരുണ്യമുള്ളവനാണ്, നീ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഇടുക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു. നോക്കൂ, അദ്ദേഹത്തോടുള്ള തിരിച്ചുള്ള പ്രയോഗം വരെ രസകരമായിരുന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു എന്നാണ്. മറ്റൊരു സംഭവം കാണാം. മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ കേൾക്കുകയാണ്, ഒരാൾ നിസ്കാരത്തിൽ തുമ്മുകയുണ്ടായി. വേറൊരാൾ തുമ്മി. മുആവിയ ഇബ്നുൽ ഹക്കം, മുആവിയ ഇബ്നു അബി സുഫിയാൻ അല്ല, മറ്റൊരു സ്വഹാബിയാൻ. അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിനിടയിൽ ഒരാൾ തുമ്മുന്നത് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യർഹമുക്കല്ലാഹ്. തുമ്മിയാൽ സാധാരണ പറയാറുള്ള തശ്മീത്തിൻ്റെ വാക്ക് പറഞ്ഞു, നിസ്കാരത്തിലാണ്. ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ അദ്ദേഹത്തെ കണ്ണുരുട്ടി കാണിക്കുകയുണ്ടായി. സാധാരണ നിസ്കാരത്തിൽ വല്ല ശബ്ദവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതും കണ്ടാൽ ഉള്ള സൗകര്യം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമല്ലോ, ആ രൂപത്തിൽ അദ്ദേഹത്തെ നോക്കി പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അപ്പം അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ ചോദിച്ചു, എന്താണിത്, എന്തിനാണ് നിങ്ങളിങ്ങനെ നോക്കുന്നത്? അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ശൈഉം മിൻ കലാമിൻ നാസ്. തീർച്ചയായും നിസ്കാരം എന്നത് ജനങ്ങൾ സാധാരണ സംസാരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും ഇതിൽ അനുയോജ്യമല്ല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറ്റവും നല്ല ഒരു മുഅല്ലിമിനെ, ഒരു അധ്യാപകനെ അതിന് മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ കഹറനി വലാ ദറബനി വലാ ശതമനി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ദേഷ്യം പിടിച്ച് പ്രതികരിച്ചില്ല, എന്നോട് കയർത്തില്ല, എന്നെ തല്ലിയില്ല, എന്നെ ചീത്ത വിളിച്ചില്ല, മറിച്ച് സൗമ്യമായ വാക്കാണ് പറഞ്ഞത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിഫ്ഖാണ്. ഏതൊരു പ്രവൃത്തിയിലും റിഫ്ഖുണ്ടാവുമ്പോൾ അത് ഭംഗിയാകും എന്നതിനുള്ള ചില ചരിത്ര സംഭവങ്ങളാണ് സൂചിപ്പിച്ചത്. ഒരുപാട് ഇനിയും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു ഗോത്രം ഒന്നാകെ പോയി ഇസ്ലാം സ്വീകരിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റിഫ്ഖ്, സൽസ്വഭാവം, സൗമ്യത കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിലും റിഫ്ഖുണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. എന്തിനാണ് ഇപ്പോൾ ഇതിവിടെ പറഞ്ഞത്? നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, ആ രൂപത്തിലുള്ള പാപങ്ങൾ കൂടിക്കലരരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, സൽസ്വഭാവവും അവധാനതയുമൊക്കെ. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലിത്തിർമിദി വഹസ്സനഹു അൻ ഇബ്നി മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അത്തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്ത ഹദീസാണ്. അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊണ്ടുവന്ന ഹദീസാണിത്. അദ്ദേഹം അത് ഹസനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അല ഉഖ്ബിറുക്കും
ബിമൻ യഹ്റുമു അലന്നാരി വതഹ്റുമു അലൈഹിന്നാർ തഹ്റുമു അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, ഒരാളുടെ മേൽ നരകം ഹറാമായിട്ടുള്ള, അതല്ലെങ്കിൽ ഏതൊരാളുടെ മേലാണോ നരകം ഹറാമാക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ മേൽ നരകം ഹറാമാണ്, അള്ളാഹു അയാൾക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു. ആരാണ് അദ്ദേഹം? തഹ്റുമു അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ. ഒരാളെന്ന് പറയുമ്പോൾ വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. ഏതൊരാൾക്കാണോ ഈ വിശേഷണങ്ങൾ ഉള്ളത് അയാളുടെ മേൽ നരകം ഹറാമാണ്. ആരാണ്? എന്താണ് ആ വിശേഷണങ്ങൾ? അലാ കുല്ലി തഹ്റുമു അലാ കുല്ലി ഖരീബ്, ഖരീബായ ഒരാൾ. ഖരീബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, നന്മകളിൽ അടുക്കുന്നവൻ, നന്മകളുമായി കൂടുതൽ അടുക്കുന്നവൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് ചെല്ലുന്ന, നന്മകളിലേക്ക് അടുക്കുന്ന, അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാൾക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു. ഹയ്യിനിൻ, ഹയ്യിൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമുള്ള, നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന, നല്ല സ്വഭാവത്തിൽ ഇടപഴകുന്ന ഒരാൾ. സഹ്ലിൻ, സഹ്ലിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇടപഴകുമ്പോൾ എളുപ്പത്തിൽ ഇടപഴകാൻ സാധിക്കുന്ന ഒരാൾ. അയാളുമായി ഏത് മുആമലാത്ത് നടത്തിയാലും എളുപ്പമുണ്ടാകും. ഒരു കെട്ടിക്കുടുക്ക്, ഒരു പ്രയാസം, ഒരു തടസ്സം ഒന്നും ഉണ്ടാവുകയില്ല. ഈ പറഞ്ഞ വിശേഷണങ്ങൾ ആരിലാണോ ഉള്ളത് അയാൾക്ക് നരകം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഈ 3 വിശേഷണങ്ങളും നല്ല സ്വഭാവത്തിൻ്റെ അടയാളമാണ്. വാക്കുകളും പ്രവൃത്തികളും നന്നായ ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഒന്നാമത്തേത് ഖരീബ്, നന്മകളിൽ മുന്നേറുക. നന്മകളിൽ ഒരാൾക്ക് മുന്നേറാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. വേറെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായി കാണാം, ആളുകളുമായി അടുക്കുന്നവൻ. ഒരാൾ കണ്ടാൽ അയാളോട് അടുക്കാൻ തോന്നും, അകന്നു പോവാൻ തോന്നുകയില്ല. അങ്ങനെ ജനങ്ങളുമായി അടുക്കുന്ന സ്വഭാവമുള്ളവൻ, അതല്ലെങ്കിൽ നന്മയിലേക്ക് ധാരാളമായി അടുക്കുന്നവൻ. ഹയ്യിൻ, ഹയ്യിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ലുത്തുഫോടെ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ റിഫ്കോടെ, സൗമ്യതയോടെ, സൽസ്വഭാവത്തോടെ, നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപഴകുന്നവൻ. അതുപോലെ ഗാംഭീര്യതയുള്ള, അടക്കമുള്ള, ഒതുക്കമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു സ്വഭാവം ഉണ്ടാവുക എന്നത് വളരെ മനോഹരമായ കാര്യമാണ്. അങ്ങനെ ഒരു സ്വഭാവം ഒരാൾക്കുണ്ടായാൽ അയാൾ ഫാഹിഷും ബദിയുമാവുകയില്ല. നമ്മുടെ ഈ തലക്കെട്ടിൻ്റെ കീഴിലാണ് ഈ ഹദീസുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ, അഥവാ അയാളുടെ എല്ലാ ഇടപാടുകളിലും അയാൾ മാന്യനാണ്, സൽസ്വഭാവിയാണ്, നല്ല വാക്കുകൾ പ്രയോഗിക്കുന്നവനാണ്. അതുപോലെ സഹൽ, സഹൽ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളവൻ. അയാളോട് ആരൊക്കെ ഇടപഴകുന്നോ അവർക്കൊക്കെ എളുപ്പത്തിൽ അയാളുമായി ഇടപഴകാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പരുഷ സ്വഭാവമില്ലാത്തവൻ, പരുക്കനല്ല, കഠിനഹൃദയനല്ല, മറിച്ച് ആളുകൾക്ക് ഇടപഴകാനും എളുപ്പത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന ആൾ. സുബ്ഹാനല്ലാഹ്, ഈ 3 വിശേഷണങ്ങളും സഹോദരങ്ങളെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും പ്രയാസമുള്ള കാര്യമാണ്. നന്മയിൽ മുന്നേറുക എന്നത് പ്രയാസമുണ്ട്, അതിന് പണിയെടുക്കണം. അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിൽ പെരുമാറുക, ഇടപഴകുക എന്നുള്ളത് അത് നമ്മൾ പണിപ്പെട്ട് ചെയ്യേണ്ടതാണ്.
അതല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് അത് പ്രയാസകരമായി തീരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞത്? ജനങ്ങളെല്ലാവരും നല്ല സ്വഭാവത്തിലായിരിക്കുകയില്ല നമ്മോട് പെരുമാറുക. പല കോലത്തിലുണ്ടാവും, പല രൂപത്തിലായിരിക്കും ആളുകൾ. ഏത് കോലത്തിലായാലും നേരത്തെ നമ്മൾ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വന്നതുപോലെ ഏതൊക്കെ രീതിയിലുള്ള ആളുകളുണ്ട്. പള്ളിയിൽ മൂത്രയിച്ച ആളുകളുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വാള് നീട്ടിയ അറാബി ഉണ്ടായിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ അവരോടൊക്കെ ഓരോ സ്ഥലത്തും അതിനനുയോജ്യമായ സൗമ്യതയോടെ, അവധാനതയോടെ, പക്വതയോടെ പെരുമാറുക എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമാണ്. അതുപോലെ സഹിൽ, ഈ പറഞ്ഞ കാര്യം സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എളുപ്പമുള്ളവരാവുക, എളുപ്പം നൽകുന്നവരാവുക. ആളുകൾ നമ്മോട് അടുക്കണം. ഒരിക്കലും ആളുകൾ നമ്മെ അകറ്റി നിർത്തുന്നവരാവരുത്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ വന്നതുപോലെ ഒരാൾ നമ്മളുമായി വല്ല രൂപത്തിൽ ഇടപെട്ടാൽ ഇനി ജീവിതത്തിൽ അവൻ്റെ നിഴൽ കണ്ടാൽ പോലും ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയില്ല എന്ന അവസ്ഥ നമ്മെക്കുറിച്ച് ഒരാൾ പറയരുത്. അങ്ങനെ നമ്മൾ പറയിപ്പിക്കരുത്. അത് സഹിലിന് നേരെ വിപരീതമാണ്, സഅബാണ്. അത്തരമൊരു സ്വഭാവം എന്നത് മോശമായ സ്വഭാവമാണ്. മറിച്ച് ആളുകൾക്ക് നാം ഇതുപോലെ എളുപ്പം നൽകുന്നവരായിരിക്കണം. ഇപ്പം നമ്മളോട് ഒരാൾ സംസാരിച്ചാൽ അയാൾക്ക് നന്മ കിട്ടണം, ഖൈറുണ്ടായിരിക്കണം. അവനോടൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ ദുനിയാവിൻ്റെതോ ആഖിറത്തിൻ്റെയോ നന്മ ഉണ്ടാവും. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഷർറും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു ഇടപാട് നടത്തി ആ ഇടപാടിൽ സംതൃപ്തനായിരിക്കണം. ജീവിതത്തിൽ ഇടപാട് നടത്താത്ത കോലത്തിൽ അയാളുമായി തെറ്റിപ്പിരിയുക എന്നതല്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, പിന്നെ ജീവിതത്തിൽ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഏത് മേഖല എടുത്താലും ഈ രൂപത്തിൽ ഖരീബായ, ഹയ്യിനായ, സഹിലായ ആളുകളായിരിക്കണം, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നരകം ഹറാമാവുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എന്താണ് അതിൻ്റെ മറുവശം? സ്വർഗം ഉറപ്പായി. സ്വർഗം ഉറപ്പായ ഒരാൾക്കാണ് നരകം ഹറാമാവുക. അത് വളരെ മനോഹരമായ, മഹത്തരമായ കാര്യമാണ്. ഈ 3 വിശേഷണങ്ങളും ഉണ്ടായാൽ ഒരിക്കലും വാക്കുകളോ പ്രവൃത്തികളോ മോശമായി പോവുകയില്ല. വൃത്തികെട്ട മോശമായ സംസാരങ്ങളോ പ്രവൃത്തികളോ സ്വഭാവങ്ങളോ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിന് നേർ വിപരീതമായ മനോഹരമായ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി ഈ അധ്യായത്തിൻ്റെ കീഴിൽ അവസാനമായി അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. വലി മുസ്ലിമിൻ അൻ ജരീറിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അറിയിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ യുഹ്റമിർ റിഫ്ഖ യുഹ്റമിൽ ഖൈറ കുല്ലഹു. ആർക്കാണോ റിഫ്ഖ് തടയപ്പെടുന്നത് അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. ഇപ്പം നേരത്തെ നമ്മൾ റിഫ്ഖിനെ കുറിച്ച് പറഞ്ഞില്ലേ? സൗമ്യത, അവധാനത, സൽസ്വഭാവം. ഈ പറഞ്ഞത് ആർക്കാണോ തടയപ്പെടുന്നത് അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. റിഫ്ഖ് എന്നത് സഹോദരങ്ങളെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടായിത്തീരേണ്ട ഒന്നാണ്. നേരത്തെ നമ്മളത് വിശദീകരിച്ചു. അത് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ, അതിനൊരാൾക്ക് തൗഫീഖ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും അയാൾക്ക് തടയപ്പെട്ടു എന്നാണ്. കാരണം എന്താ? റിഫ്ഖില്ലാതെ ഏതൊരു പ്രവർത്തനം ചെയ്താലും ആ പ്രവർത്തനങ്ങളൊക്കെ എന്താവും? വികൃതമായി തീരും. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ഹദീസ് അതാണ്. ഏതൊരു കാര്യത്തിൽ നിന്നാണോ റിഫ്ഖ് ഊരിയെടുക്കപ്പെടുന്നത് അതൊക്കെ വികൃതമായി തീരുമെന്നാണ്. ഒരാളിൽ നിന്ന് റിഫ്ഖ് തടയപ്പെട്ടാൽ അയാൾക്ക് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സൽസ്വഭാവം എന്നത് നല്ല അവധാനത, നല്ല സ്വഭാവം എന്നൊക്കെ ഉള്ളത് അല്ലാഹു തആല നൽകുന്ന, അവൻ പ്രദാനം ചെയ്യുന്ന അനുഗ്രഹമാണ്.
അപ്പം അത് ഇല്ല എന്നതിൻ്റെ പേരിൽ മേന്മ നടിക്കാനുള്ളതല്ല നമുക്ക്, മറിച്ച് അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, റിഫ്ഖുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അയാളെ ഇഷ്ടപ്പെടും. അവധാനതയുള്ള, സൗമ്യതയുള്ള, നല്ല സ്വഭാവമുള്ള ഒരാളെ ജനങ്ങൾ ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നല്ല, മറിച്ച് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, അവർ നമ്മെ സ്നേഹിക്കും. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സ്നേഹം ഉണ്ടാകും. അല്ലാഹു തആല അവരുടെ മനസ്സുകളിൽ സ്നേഹമിട്ട് കൊടുക്കും. എന്നാൽ നേരെ തിരിച്ച് പരുഷ സ്വഭാവമുള്ള ഒരാളാണെങ്കിലോ ആളുകൾക്ക് വെറുപ്പായിരിക്കും. ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നവനിക്ക് എപ്പോഴും ഒരു ബേജാറായിരിക്കും. ഇവനെന്താ ഇപ്പോൾ പറയുക, ഇവനോട് എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാവോ, ഇവനെന്തെങ്കിലും ചെയ്തു കൂട്ടുമോ എന്നൊക്കെയുള്ള പേടിയായിരിക്കും. അപ്പോൾ ജനങ്ങൾ പൊതുവേ അകലാൻ ശ്രമിക്കും. അടുക്കാനോ അടുത്തിരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നിനും തയ്യാറാവുകയില്ല. ഇത് പുറമേ ഉള്ള, പുറത്തുള്ള അനുഭവം മാത്രമല്ല, നമ്മുടെ വീടുകളിൽ വരെ ഇങ്ങനെ ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്ക് ഒരുപക്ഷെ നമ്മോട് കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുകയില്ല. അല്ലാ, ഉപ്പാനോടാൻ്റെ പറഞ്ഞ കഥ തീരും എന്നായിരിക്കും പറയുക. അത് മക്കളിൽ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കും. ഏതൊരു പ്രയാസമുണ്ടായാലും, ഒരു പ്രശ്നമുണ്ടായാൽ നമ്മളിലേക്ക് ആ കാര്യങ്ങൾ അവർ മടക്കുക, എന്നിട്ട് ചർച്ച ചെയ്യുക, നസീഹത്ത് കൊടുക്കുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നതൊക്കെ സംഭവിച്ചാൽ മാത്രമേ നല്ല ഒരു കെട്ടുറപ്പുള്ള കുടുംബബന്ധം, ദാമ്പത്യബന്ധം ഉണ്ടാവുകയുള്ളൂ. ഒരാൾ പരുക്കനാണെങ്കിൽ, ഒരു നിലക്കും സൗമ്യതയില്ലാത്ത എടുത്തുചാട്ടക്കാരനാണെങ്കിൽ, നല്ല സ്വഭാവമില്ലാത്ത ഒരുവനാണെങ്കിൽ അയാളുടെ എല്ലാ മേഖലകളിലും അത് ബാധിക്കും. നേരത്തെ നമ്മൾ കേട്ട ഹദീസ് പോലെ എല്ലാ കാര്യവും വികൃതമാവും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമായിരിക്കും, കുടുംബജീവിതത്തിൽ പ്രശ്നമായിരിക്കും, മക്കളുമായി ബന്ധപ്പെട്ട് അടുക്കുകയില്ല, മക്കൾ ഒരു കാര്യം പങ്കുവെക്കുകയില്ല എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മോട് പറയാൻ അവർക്ക് ഒരൊഴിവ് കിട്ടിയില്ല എങ്കിൽ, സാധിച്ചില്ല എങ്കിൽ അവർ പറയാൻ പറ്റുന്ന മേഖല തിരഞ്ഞു പോകും. നമ്മോട് പറയാൻ പറ്റിയില്ല എങ്കിൽ പറയാൻ പറ്റുന്ന മേഖലകൾ തിരഞ്ഞവർ പോകും. അപ്പോൾ എവിടെയായിരിക്കും എത്തുക? ഹറാമിലേക്കായിരിക്കും, ഹറാമായ ബന്ധങ്ങളിലേക്കായിരിക്കും, തോന്നിയവാസങ്ങളിലായിരിക്കും, ലഹരിയിലായിരിക്കും, മയക്കുമരുന്നിലായിരിക്കും, അവിഹിത ബന്ധങ്ങളിലേക്കായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഏതൊരു കാര്യത്തിൽ ആർക്കാണോ റിഫ്ഖ് തടയപ്പെടുന്നത് അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ജനങ്ങൾ നമ്മെ സ്നേഹിക്കാൻ, നമ്മളോട് അടുക്കാൻ റിഫ്ഖ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും റിഫ്ഖ് ഭംഗിയുള്ളതാക്കി തീർക്കും. മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ റിഫ്ഖ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇതിവിടെ കൊണ്ടുവന്നത് സംസാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സംസാരത്തിലുള്ള റിഫ്ഖ്, അവധാനത, സൗമ്യത, സൽസ്വഭാവം, പ്രവർത്തനങ്ങളിലുള്ള അവധാനത, സൽസ്വഭാവം, മര്യാദ, ഇതൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും. അല്ലാഹു തആല പറഞ്ഞില്ലേ, വഖൂലു ലിന്നാസി ഹുസ്നൻ, വഖൂലു ലിന്നാസി ഹുസ്നൻ, ജനങ്ങളോട് നിങ്ങൾ ഭംഗിയിൽ സംസാരിക്കുക, നല്ല വാക്കുകൾ പറയുക. നോക്കൂ, നിങ്ങൾ ഭംഗിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുസ്നായ നല്ല ഭംഗിയുള്ള വാക്കുകൾ പറയുക എന്ന് പറഞ്ഞാൽ മാന്യമായ വാക്കുകൾ പറയുക, നല്ല വാക്കുകൾ പറയുക, ഉപകാരപ്രദമായ വാക്കുകൾ പറയുക. അപ്പോൾ ഏത് മേഖലയിലും ഇതുണ്ടായിരിക്കണം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഓ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്.
വലൗ കുൻത ഫദ്ലൻ ഗലീളൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും കഠിനഹൃദയനും പരുഷ സ്വഭാവക്കാരനുമാണെങ്കിൽ അവർ താങ്കളുടെ ചുറ്റുനിന്നും അകന്നു പോവുമായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു സൂറത്തു ആലി ഇമ്രാനിലൂടെ ഇത് പറഞ്ഞത്. നബിയെ, താങ്കളെങ്ങാനും കഠിനഹൃദയനും പരുഷ സ്വഭാവക്കാരനുമാണെങ്കിൽ അവർ താങ്കളുടെ ചുറ്റുനിന്നും ഓടി അകലുമായിരുന്നു, അകന്നു പോവുമായിരുന്നു. നിങ്ങൾ നോക്കൂ, റിഫ്ഖ് തടയപ്പെട്ടാൽ എല്ലാ നന്മകളും തടയപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണിത്. ഒരാൾക്ക് റിഫ്ഖ് ഇല്ലാതെയായാൽ, ഒരാളുടെ സ്വഭാവവും പ്രവർത്തനവും നന്നായില്ല എങ്കിൽ, അതിൽ സൗമ്യതയും അവധാനതയും ഒന്നുമില്ല എങ്കിൽ അയാൾക്ക് നന്മകൾ തടയപ്പെടും. ആളുകൾ അടുക്കാതെയാകും, ആളുകൾ സ്നേഹിക്കാതെയാകും, ആളുകൾ കൂടെ ഇരിക്കാതെയാകും. അങ്ങനെ ഒരുപാട് നന്മകൾ അയാൾക്ക് തടയപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വന്നതുപോലെ ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സൗമ്യത കാണിക്കുന്നവനാണ്, അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനാണ്, അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്, അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതുപോലെയുള്ള സ്വഭാവം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു. സൗമ്യതയും അവധാനതയും സൽസ്വഭാവവുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നേരത്തെ നമ്മൾ കേട്ട ആയത്തിൻ്റെ ബാക്കി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. ഓ നബിയെ, അതുകൊണ്ട് താങ്കൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. സുബ്ഹാനല്ലാഹ്, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിത്വമാണ്. ആ റസൂലിനോടാണ് അള്ളാഹു ഇത് പറയുന്നത്. താങ്കളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ആളുകൾ അകന്നു പോവുമായിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ ഈ പറഞ്ഞ രൂപത്തിൽ അവരോട് പെരുമാറുന്നത്. എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യാനും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനുമാണ് പറയുന്നത്. ഇതിലൊക്കെ നമുക്ക് ഗുണപാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അത് പറഞ്ഞുവെങ്കിൽ നമുക്കത് ബാധകമാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കുക, വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക, ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കുക, അതുപോലെ അവർക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക എന്നതൊക്കെ ഈ പറഞ്ഞ റിഫ്ഖിൽപ്പെട്ടതാണ്. അതൊരാളുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് ഏറ്റവും മനോഹരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, അവസാനമായി ഈ പറഞ്ഞ വിഷയം സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യം അവസാനിപ്പിക്കുമ്പോൾ ഇമാം ഖതാദ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ഹാദിഹിൽ അഖ്ലാഖ, തീർച്ചയായും ഈ സൽസ്വഭാവം എന്ന കാര്യം മനാഇഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് പ്രദാനം ചെയ്യുന്ന അവൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അവൻ ഉദ്ദേശിക്കുന്നവൻ്റെ അടിമകൾക്കാണ് അള്ളാഹു അത് നൽകുക. ഒരാൾക്ക് അള്ളാഹു ഈ പറഞ്ഞ സൽസ്വഭാവം പ്രദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നൽകിയിട്ടുണ്ട് എങ്കിൽ അയാളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണിത്. അത് കിട്ടുക എന്നത് ഖൈറിൻ്റെ അടയാളമാണ്. അതൊരാൾക്ക് തടയപ്പെടുക എന്നത് അയാൾക്ക് നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം, വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അള്ളാഹുവേ ഏറ്റവും നല്ല സ്വഭാവം നീ എനിക്ക് നൽകണേ, അതിലേക്ക് നീ മാർഗദർശനം നൽകണേ. ലാ യഹ്ദീഹി ഇല്ലാ അൻത, അള്ളാഹുവേ നീയല്ലാതെ, നിനക്കല്ലാതെ അതിന് സാധ്യമല്ല. വസ്രിഫ് അന്നി സയ്യിഅഹ, അള്ളാഹുവേ എല്ലാ മോശമായ സ്വഭാവ ഗുണങ്ങളും എന്നിൽ നിന്ന് നീ അകറ്റണമേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത, റബ്ബേ നിനക്കല്ലാതെ, നീയല്ലാതെ അതിനെ അകറ്റാൻ ഒരാൾക്കും സാധിക്കുകയില്ല.
സുബ്ഹാനല്ലാഹ്, നോക്കൂ എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. സൽസ്വഭാവം എന്നത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അവിടുത്തെ പ്രാർത്ഥനകൾ അങ്ങനെയാണ്. മറ്റൊരു പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം കാണാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, മോശമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മോശമായ ദേഹേച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മുൻകറാത്തുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ മോശമായ സ്വഭാവം, ദുസ്വഭാവം. വൽ അഅമാൽ, അത്തരം പ്രവർത്തനങ്ങൾ. വൽ അഹ്വാ, തന്നിഷ്ടം, ദേഹേച്ഛ. ഇതിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന കാണാം: അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് ഭംഗിയാക്കിയതുപോലെ, നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ. സുബ്ഹാനല്ലാഹ്, മനോഹരമായ പ്രാർത്ഥനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് അള്ളാഹുവിനോട് നാം ചോദിച്ച് വാങ്ങേണ്ടതാണ്. എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ 20-ാമത്തെ അധ്യായത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം എടുത്തുദ്ധരിച്ച ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അഥവാ വൃത്തികെട്ട, മോശമായ, നീചമായ വാക്കുകൾ, പ്രവൃത്തികൾ അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ദുസ്വഭാവം എന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല, മറിച്ച് അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. നേരെ മറിച്ചാണ് അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചത് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാവുകളിൽ നിന്ന്, സംസാരത്തിലൂടെ വരുന്ന വൻപാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ശൈഖ് ഇതിവിടെ എടുത്തുദ്ധരിച്ചത്. അള്ളാഹു എല്ലാവിധ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല സ്വഭാവം, പ്രവർത്തനങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മേഖലകളിലൊക്കെ വന്നിട്ടുള്ള അബദ്ധങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.